മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രധാന ഭദ്രാസനങ്ങളിലൊന്നാണ് മാവേലിക്കര. 2002 ഓഗസ്റ്റ് 10 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ 134 നമ്പർ കൽപ്പന പ്രകാരം മാവേലിക്കര ഭദ്രാസനം രൂപീകൃതമായി. കൊല്ലം, നിരണം, ചെങ്ങന്നൂർ മെത്രാസനങ്ങളിലെ 40 ഇടവകളിൽ ചേർന്നാണ് മാവേലിക്കര ഭദ്രാസനം രൂപീകരിച്ചത്. 10,000-ൽ പരം കുടുംബങ്ങളാണ് മാവേലിക്കര ഭദ്രാസനത്തിനുള്ളത്. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്തായാണ് അഭിവന്ദ്യനായ പൗലോസ് മാർ പക്കോമിയോസ് തിരുമനസ്. ഇടുക്കി, അങ്കമാലി ഭദ്രാസനങ്ങളുടെ ചുമതല വഹിച്ചതിന് ശേഷമാണ് മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ കർമ്മസാരഥിയായി എത്തിച്ചേർന്നത്. തഴക്കര MS സെമിനാരി കേന്ദ്രീകരിച്ച് ദീർഘകാലം താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. 2005 അര ഏക്കർ സ്ഥലം മാവേലിക്കര ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം 33 ലക്ഷം രൂപ മുടക്കി വാങ്ങുകയുണ്ടായി. സെപ്റ്റംബർ 5 മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ആശീർവദിച്ച ശില നിയുക്ത കാതോലിക്ക തോമസ് മാർ തീമോത്യോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് തറക്കല്ലായി സ്ഥാപിക്കുകയുണ്ടായി. ഓണാട്ടുകരയുടെ നാലുകെട്ടും മധ്യ തിരുവിതാംകൂറിൻ്റെ വാസ്തുശില്പവും ഒത്തിണങ്ങിയ മനോഹരമായ കെട്ടിട സമുച്ചയമാണ് മാവേലിക്കര ഭദ്രാസനത്തിൽ സ്ഥാപിതം ആക്കിയിരിക്കുന്നത്. അതിൻ്റെ വാസ്തുശില്പവും സൗന്ദര്യവും അത്യാകർഷകമാണ്. 2008 ഒക്ടോബർ 22 മാവേലിക്കര ഭദ്രാസന ആസ്ഥാനത്തിൻ്റെ കൂദാശയുടെ 1ാം ഘട്ടം നിർവഹിക്കുകയുണ്ടായി. 23 വ്യാഴാഴ്ച കൂദാശയുടെ 2ാം ഘട്ടവും അഭിവന്ദ്യ പൗലോസ് മാർ പക്കോമിയോസ് തിരുമനസിൻ്റെ സുന്ത്രോണിസ ശുശ്രൂഷയും നിർവഹിക്കുകയുണ്ടായി. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം, അരമനയുടെ ഉദ്ഘാടനം 2008 ഒക്ടോബർ 26 പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് നിർവഹിക്കുകയുണ്ടായി. 2002 മുതൽ 2012 വരെ പൗലോസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്തായുടെ സുത്യർഹമായ സേവനവും പ്രവർത്തനവും മാവേലിക്കര ഭദ്രാസനത്തെ വളർച്ചയുടെ അത്യുന്നത പദവിയിലേക്ക് ഉയർത്തി.